Welcome back to BM's CTU classes. Next question എന്ന് പറയുന്നത് ഷെഡ്യൂളിംഗ് അൽഗോരിതത്തിലെ 1.3 which is to implement the priority scheduling algorithm using the preemptive and non-preemptive methods. So നമ്മൾ menu driven ഉണ്ടാക്കും, one for preemptive and one for non-preemptive priority scheduling. So നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ലൈക്ക് പ്രയോറിറ്റി ഷെഡ്യൂളിംഗ് എന്ന് അറിയാലോ, ഇതുവരെ ചെയ്ത് നമ്മൾ അറൈവൽ ടൈം ബേസ് ടൈം ഒക്കെ ബേസ്ഡ് ആയിരുന്നു. ബട്ട് പ്രയോറിറ്റി ഷെഡ്യൂളിംഗിൽ നമുക്ക് പ്രയോറിറ്റി വേറെ തന്നെ തരും. ആ പ്രയോറിറ്റി ബേസ്ഡിലാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, പ്രോസസ്സിനെ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത്. പ്രിയംറ്റീവ് അത് തന്നെ പ്രിയംറ്റീവ് കേസ് ഉണ്ട്, നോൺ പ്രിയംറ്റീവ് കേസ് ഉണ്ട്. നമുക്ക് കോഡിലേക്ക് കിടക്കാം. സോ ഇത് ആക്ച്വലി നോൺ പ്രിയംറ്റീവ് പ്രിയംറ്റീവിലും ഞാനിവിടെ രണ്ട് ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്, വെയിറ്റിംഗ് ടൈം കാണാനും ടേൺ അറൗണ്ട് ടൈം കാണാനും. അതെന്താ വെച്ചാൽ എല്ലാ ഇപ്പോൾ പ്രിയംറ്റീവ് ആയാലും നോൺ പ്രിയംറ്റീവ് ഇത് രണ്ടും സെയിം ആണ്, രണ്ടിലും കാണാം. അപ്പൊ രണ്ട് കോഡ് അടിക്കുന്നത് നമുക്ക് രണ്ട് ഫംഗ്ഷൻ ഉണ്ടാക്കി വെച്ചാൽ ഇപ്പൊ എത്ര തവണ വേണേൽ നമുക്ക് കോൾ ചെയ്താൽ പോരെ. സോ ഞാൻ നേരത്തെ ഇവിടെ രണ്ട് ഫംഗ്ഷൻ ഉണ്ടാക്കി വെച്ചാൽ ഒന്ന് വെയിറ്റിംഗ് ടൈം കാണാനും ഒന്ന് ടേൺ അറൗണ്ട് ടൈം കാണാം. ഇതിൽ വലിയ വ്യത്യാസമൊന്നും നേരത്തെ പോലെ തന്നെ അവിടുന്ന് ഇതൊക്കെ പാസ് ചെയ്യും. നമ്പർ ഓഫ് പ്രോസസ്സ്, ബേസ് ടൈം, വെയിറ്റിംഗ് ടൈം, ടേൺ അറൗണ്ട് ടൈം, അറൈവൽ ടൈം. സോ ഇവര് വെയിറ്റിംഗ് ടൈം കാൽക്കുലേറ്റ് ചെയ്യും. പിന്നെ മെയിൻ ഫംഗ്ഷന് ഈ പ്രയോറിറ്റിയുടെ ഫംഗ്ഷന് ടേൺ അറൗണ്ട് ടൈമിന് ആവശ്യമായ സാധനങ്ങളും കൊടുക്കും, അവരതും കാണും. അത്രേ ഉള്ളൂ. കാരണം പ്രിയംറ്റീവുകാർക്ക് കോൾ ചെയ്യേണ്ടവരും കോൾ ചെയ്യാം, നോൺ പ്രിയംറ്റീവ് കോൾ ചെയ്യേണ്ട രണ്ട് കോഡ് എക്സ്ട്രാ വെറുതെ ടൈപ്പ് ചെയ്ത് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഫംഗ്ഷൻ യൂസ് ചെയ്ത് നമുക്ക് കോൾ ചെയ്താൽ മതി. ദാറ്റ്സ് ദ ബെസ്റ്റ് വേ ഓഫ് റൈറ്റിംഗ് ദ കോഡ്. നമുക്ക് ക്വസ്റ്റ്യന് പ്രിയംറ്റീവ് പ്രയോറിറ്റി നോക്കാം. പ്രിയംറ്റീവ് പ്രയോറിറ്റി തൊട്ട് പറഞ്ഞാൽ നോൺ പ്രിയംറ്റീവ് ഒന്നും പറയാനുണ്ടാവില്ല ആക്ച്വലി. സോ ഇതാണ് പ്രിയംറ്റീവ് പ്രയോറിറ്റി. നമ്പർ ഓഫ് പ്രോസസ് കൊടുക്കുന്നത്, ബേസ് ടൈം കൊടുക്കുന്നത്. PR മീൻസ് പ്രയോറിറ്റി തന്നെ നമുക്ക് വേറെ തന്നെ അരേ അവർ പ്രൊവൈഡ് ചെയ്യും. ക്വസ്റ്റ്യൻ ഉണ്ടാവും. സോ നമ്മൾ പ്രയോറിറ്റി വാങ്ങണം യൂസറിന്റെ അടുത്ത് നിന്ന്. ലൈക്ക് ഇവിടെ നമ്മുടെ അറൈവൽ ടൈം, ബേസ് ടൈം, അതിന് കൂടെ നമ്മൾ പ്രയോറിറ്റി കൂടി വാങ്ങും. ഓക്കെ, പ്രോസസ്സിന്റെ പ്രയോറിറ്റി. അത് നമ്മൾ PR എന്ന് പറഞ്ഞ അരയിലേക്കാണ് സ്റ്റോർ ചെയ്യുന്നത്. അത് നമ്മൾ ഇങ്ങോട്ട് പാസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് RT, ഓഫ് കോഴ്സ് പ്രിയംറ്റീവ് ആയതുകൊണ്ട് തന്നെ RT എന്ന് പറഞ്ഞാൽ റിമൈനിങ് ടൈം ആണ്. CT കംപ്ലീഷൻ ടൈം. ഇതിന്റെ കറന്റ് ടൈമിനൊന്നും ഇത് ഒരു കംപ്ലീറ്റഡ് പ്രോസസ്സിന് ആണ് സംഭവമില്ലേ, അതിന് 0 എടുത്തു. ദെൻ ഷോർട്ടസ്റ്റ് അതായത് S ഇൻഡെക്സ് അത് 0 കൊടുക്കുക ഇനിഷ്യലി. പിന്നെ നമുക്കൊരു മിനിമം പ്രയോറിറ്റി വേണം. ഫസ്റ്റ് തന്നെ ചെക്ക് ചെയ്യാൻ നമുക്ക് ഓരോ ഏറ്റവും മിനിമം പ്രയോറിറ്റി കണ്ടുപിടിക്കണ്ടേ, മിനിമം പ്രോസസ്സ് കണ്ടുപിടിക്കണ്ടേ, പ്രോസസ് മിനിമം പ്രയോറിറ്റി കണ്ടുപിടിക്കണം. അതായിരിക്കും എന്ത് ഞാൻ എന്റെ ക്വസ്റ്റ്യൻ തരുന്ന പോലെയാണ്. ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി നമ്പർ കുറഞ്ഞതായിരിക്കും ടോപ്പ് പ്രയോറിറ്റി. കാരണം പൊതുവെ സ്റ്റാൻഡേർഡ് വേ ഞങ്ങളുടെ ക്വസ്റ്റ്യൻ അനുസരിച്ച്. ഇനിയിപ്പോ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൂടിയതാണ് മിനിമം പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ മിനിമം പ്രയോറിറ്റി 0 കൊടുക്കുക. പൊതുവെ ക്വസ്റ്റ്യനിൽ ഏറ്റവും പ്രയോറിറ്റി നമ്പർ കുറഞ്ഞതിനാണ് പ്രയോറിറ്റി കൂടുതൽ. 1, 2 ആണെങ്കിൽ 1-നാണ് പ്രയോറിറ്റി കൂടുതൽ. അപ്പോ മിനിമം പ്രയോറിറ്റി നമ്മൾ മാക്സിമം വാല്യൂ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതേ 999 കൊടുക്കാം, അല്ലെങ്കിൽ ബിൽഡിൻ വേരിയബിൾ ആയ ഇൻറ്റ് മാക്സ് എന്നത് കൊടുക്കുക. ഇൻറ്റ് മാക്സ് എടുക്കണമെങ്കിൽ നമ്മളിവിടെ ലിമിറ്റ്സ് ഡോട്ട് എച്ച് ആണ് ഹെഡ് ഓഫ് ഫയൽ ഇൻക്ലൂഡ് ചെയ്യണം. ഒരു ഈസ് ഫൗണ്ട് മീൻസ് പ്രോസസ് ഫൗണ്ട് ചെയ്തിട്ടുണ്ട് അറിയാനുള്ള ഒരു വേരിയബിൾ, അത് 0. പിന്നെ നമ്മളോട് വേറെ കാര്യം പറഞ്ഞിട്ടുണ്ട്, ഗാൻ ചാർട്ട് പ്രിന്റ് ചെയ്യണം. ഇതുവരെ ക്വസ്റ്റ്യൻ പ്രിന്റ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല, പക്ഷേ ഇവിടെ പ്രിന്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് ഗാൻ ചാർട്ടിന് കൂടിയുള്ള ഒരു അരേ അവിടെ കൊടുക്കുക. പിന്നെ ഗാൻ ചാർട്ടിന്റെ ഇൻഡെക്സിനായിട്ട് GC ഇൻഡെക്സും കൊടുക്കുക. ദെൻ നമുക്ക് ഫസ്റ്റ് തന്നെ എല്ലാ ഈ പ്രിയംറ്റീവ് ആണ് തന്നെ എല്ലാത്തിന്റെ റിമൈനിങ് ടൈം ഇനിഷ്യലി ബേസ് ടൈം ആക്കി വെക്കുക. ബാക്കിയൊക്കെ നമ്മൾ SGF-നെ പ്രിയംറ്റീവ് ചെയ്ത പോലെ തന്നെ ഒന്നുമില്ല. നമ്മൾ ഇത്രയും കാലം ചെയ്തത് ടൈമിന്റെ ബേസിലായിരുന്നു. ഷോർട്ടസ്റ്റ് ടൈമും ബേസ് ടൈമും നോക്കും, അല്ലെ ഷോർട്ടസ്റ്റ് ടൈം അറൈവൽ ടൈമും നോക്കും. എന്നിട്ടാണ് ചെയ്യല്. ഇവിടെ ഒന്നുമില്ല. ഇവിടെ പ്രയോറിറ്റിയും മിനിമം പ്രയോറിറ്റിയും നോക്കും. പ്രയോറിറ്റി മിനിമം പ്രയോറിറ്റിനെക്കാട്ടും ചെറുതാണെങ്കിൽ, അതുപോലെ റിമൈനിങ് ടൈം ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമ്മൾ ആ
ആ പ്രയോറിറ്റിനെ മിനിമം പ്രയോറിറ്റി ആക്കുകയും അതിന് ഷോർട്ടസ്റ്റ് ഇൻഡെക്സ് ആക്കുകയും അത് ഫൗണ്ട് ചെയ്തൊന്ന് മാർക്ക് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഇനിയിപ്പോൾ ഫൗണ്ട് ചെയ്തില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ കറണ്ട് ടൈം ഇൻക്രിമെന്റ് ചെയ്യുക, കണ്ടിന്യൂ ചെയ്യുക. നമുക്ക് ഇതിലേക്ക് എക്സ്ട്രാ സാധനം വരുന്നത് ഈ ഗാൻ ചാർട്ടാണ്. ഗാൻ ചാർട്ടിലെ GC ഇൻഡെക്സ് ഗാൻ ചാർട്ടിന്റെ ഇൻഡെക്സ് ആണ്. ഇൻഡെക്സ് ഇൻക്രിമെന്റ് ചെയ്തിട്ട് പോവുക. അതിൻ്റെ അതിലേക്ക് നമ്മൾ ഷോർട്ടസ്റ്റ് ഇൻഡെക്സ്. ഓക്കെ, ഷോർട്ടസ്റ്റ് ഇൻഡെക്സ് മീൻസ് ഷോർട്ടസ്റ്റ് ജോബ്. ഇതാണ് ഷോർട്ടസ്റ്റ് ഇൻഡെക്സ് ഉദ്ദേശിക്കുന്നത്. ആ ജോബ് നമ്പർ ആണല്ലോ ഷോർട്ടസ്റ്റ് ജോബ്. ഷോർട്ടസ്റ്റ് ജോബ് ആ ഗാൻ ചാർട്ടിലേക്ക് ആഡ് ചെയ്യും. എന്നിട്ട് നമ്മുടെ റിമൈനിങ് ടൈം ഡിക്രിമെന്റ് ചെയ്യാം. ദെൻ ഇതൊരു ടേണറി ഓപ്പറേറ്റർ കൊടുത്താൽ നമ്മൾ ഒന്നുമില്ല, സാധാരണ ഇഫ് കണ്ടീഷൻ തന്നെ. ഇഫ് ദ മിനിമം പ്രയോറിറ്റി ഇസ് ഈക്വൽ ടു RT ഓഫ് ഷോർട്ടസ്റ്റ്. അതായത് മിനിമം പ്രയോറിറ്റി എന്ന് പറയുന്നത് ഇതിൽ ഏത് വാല്യൂ എടുക്കാൻ എന്നുള്ളത് ഒന്നുമില്ല. ഇതൊരു ഇഫ് കണ്ടീഷൻ പോലെയാണ് ഈ ടേണറി വർക്ക് ചെയ്യുക. നമ്മുടെ റിമൈനിങ് ടൈം ഓഫ് ദ ഷോർട്ടസ്റ്റ് ജോബ് ഗ്രേറ്റർ ദാൻ 0 ആണ്. നമ്മുടെ റിമൈനിങ് ടൈം ഷോർട്ടസ്റ്റ് ജോബിന് ഇനി ടൈം ബാക്കി ഉണ്ടെങ്കിൽ ഷോർട്ടസ്റ്റ് ജോബ് ഇസ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അങ്ങനെയാണെങ്കിൽ മിനിമം പ്രയോറിറ്റി എന്ത് ചെയ്യുക, ആ പ്രയോറിറ്റി ഓഫ് ദ ഷോർട്ടസ്റ്റ് ജോബ് ആക്കുക. ഓക്കെ, അതായത് നമ്മുടെ ഷോർട്ടസ്റ്റ് ജോബിന് റിമൈനിങ് ടൈം ബാക്കിയുണ്ട്, ലെസ് ദാൻ 0 ആണ്. അങ്ങനെയെങ്കിൽ ഇഫ് ഇസ് കണ്ടീഷൻ ടേണറിൽ ഈ കണ്ടീഷൻ ട്രൂ ആയി കഴിഞ്ഞാൽ ഇതാണ് യൂസ് ചെയ്യുക, ഇതാണ് യൂസ് ചെയ്യുക. ഇനിയിപ്പോ ഈ ടേണറി കണ്ടീഷൻ ഫാൾസ് ആയി കഴിഞ്ഞാൽ ഇതാണ് യൂസ് ചെയ്യുക. സോ അതുപോലെ നിങ്ങൾ കാണുക. അപ്പൊ എന്ത്, ഈ റിമൈനിങ് ടൈം ഓഫ് ദ ഷോർട്ടസ്റ്റ് ജോബ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ആ ഷോർട്ടസ്റ്റ് ജോബിന്റെ പ്രയോറിറ്റി ആയിരിക്കും മിനിമം പ്രയോറിറ്റി. ഓക്കെ, ഇനിയിപ്പോ റിമൈനിങ് ടൈം ഓഫ് ഷോർട്ടസ്റ്റ് ലെസ് ദാൻ 0 ആയിപ്പോയി കഴിഞ്ഞു എന്ന് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും മിനിമം പ്രയോറിറ്റി എന്ത് ചെയ്യണം, മാക്സിമം ആക്കി വെക്കണം. ഓക്കെ, അത് നമ്മൾ നേരത്തെ STFന്റെ കൂടുതൽ നമ്മളത് ഒരു ഇഫിനുള്ളിൽ കൊടുത്താണ്. ശരിക്കും ഒരു ഞാൻ പിന്നെ ഒറ്റ ലൈനാക്കാണ്ട് ടേണർ യൂസ് ചെയ്തത്, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇതിപ്പോ ഇഫിൽ എഴുതാനാണ് എങ്ങനെ വരും, ഇഫ് RT ഷോർട്ടസ്റ്റ് ഗ്രേറ്റർ ദാൻ 0, if RT shortest greater than 0, then minimum priority is equal to PR shortest. Else minimum priority is equal to int max. അത്രയാണ് സിമ്പിൾ. ഇപ്പോ RT ഷോർട്ടസ്റ്റ് 0 ആണെന്ന് വിചാരിക്കുക. ഇതും അതുപോലെ തന്നെ RT ഷോർട്ടസ്റ്റ് is equal to 0 ആയി കഴിഞ്ഞു. അങ്ങനെ കംപ്ലീറ്റ് പ്രോസസ് ഇൻക്രിമെന്റ് ചെയ്യുക, ഈസ് ഫൗണ്ട് 0ലേക്ക് ആക്കുക. എന്നിട്ട് completion time of shortest എന്ന് പറഞ്ഞാൽ current time plus 1. completion time of the shortest means current time plus 1. എന്നിട്ട് current time increment ചെയ്യാം. ഓക്കെ, ഇവിടെ ഈസ് ഫൗണ്ട് 0ലേക്ക് മാറ്റി വിടുന്നു കേട്ടോ. ഇനീഷ്യലി ഈസ് ഫൗണ്ട് 0 ആണ്. അതായത് നമ്മൾ ഇവിടുന്ന് കിട്ടിക്കഴിയുമ്പോൾ ഈസ് ഫൗണ്ട് 1 ആക്കി. ഈസ് ഫൗണ്ട് നമുക്ക് പ്രോസസ്സ് കിട്ടിയിട്ടില്ലെങ്കിൽ കറണ്ട് ടൈം ഇൻക്രിമെന്റ് ചെയ്യും. ഇനി ഈ കേസിൽ ഷോർട്ടസ്റ്റ് റിമൈൻ ടൈം 0 ആയി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ആവശ്യമില്ല. കംപ്ലീറ്റ് പ്രോസസ്സ് പ്ലസ് ചെയ്തു, ഈസ് ഫൗണ്ട് 0 ആക്കി, CT ഓഫ് ഷോർട്ടസ്റ്റ് കറണ്ട് ടൈം. ഓക്കെ, ഇവിടെ റിമൈനിങ് ടൈം ഗ്രേറ്റർ ദാൻ 0 എന്ന് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ പിന്നെ ആ കണ്ടീഷന്റെ പ്രശ്നമില്ല, ഈസ് ഫൗണ്ടിന് കുഴപ്പമില്ല. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് കറണ്ട് ടൈം ഇൻക്രിമെന്റ് ചെയ്യുക, നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് പോവുക. കംപ്ലീറ്റ് പ്രോസസ് ഇൻക്രിമെന്റ് ചെയ്യുക, കറണ്ട് ടൈം ഇൻക്രിമെന്റ് ചെയ്യുക, നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് പോവുക. അങ്ങനെ അത് എല്ലാ പ്രോസസ്സിന്റെ കറക്റ്റ് ചെയ്തോളും. ഇനി നമുക്ക് വെയിറ്റിംഗ് ടൈം ടേൺ അറൗണ്ട് ടൈം കാണണം. അതിന് നമ്മൾ ഈ ഫൈൻഡ് ടേൺ അറൗണ്ട് ടൈം എന്ന് പറയുന്ന ഫംഗ്ഷനിലേക്ക് നമ്മൾ ഈ പറഞ്ഞ സാധനങ്ങൾ പാസ് ചെയ്യിക്കും. അതുപോലെ ഫൈൻഡ് വെയിറ്റ് ടൈം. അപ്പോൾ വെയിറ്റിംഗ് ടൈമും ടേൺ അറൗണ്ട് ടൈമും എഴുതി തരും. എന്നിട്ട് ടോട്ടൽ വെയിറ്റിംഗ് ടൈം, ടോട്ടൽ ടേൺ അറൗണ്ട് ടൈം, പിന്നെ അതിന്റെ ആവറേജ് ടോട്ടൽ വെയിറ്റിംഗ് ടൈം കാണും. അപ്പോൾ നമുക്ക് ആവറേജ് വെയിറ്റിംഗ് ടൈം കിട്ടും. പ്രിവെന്റീവ് പ്രയോറിറ്റി ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ ബാക്കി സംഭവങ്ങളെല്ലാം പ്രിന്റ് ചെയ്യിപ്പിക്കുക. ഈസിയാണ്, മുന്നേ പറഞ്ഞത്. ഇനി നമുക്ക് എക്സ്ട്രാ സാധനം നേരത്തെ പറഞ്ഞ പോലെ ഗാൻ ചാർട്ടാണ്. ഗാൻ ചാർട്ട് ഒരു ഹെഡിങ് കൊടുക്കുക. നമുക്ക് ഫോർ ഇൻറ്റ് I ഈക്വൽ ടു 0, I ലെസ് ദാൻ GC ഇൻഡെക്സ് I പ്ലസ് പ്ലസ് പ്രിന്റ് എഫ്. ഒരു ഗാൻ ചാർട്ട് കണ്ടാകുക ഒരു നമ്പർ, പിന്നെ ഒരു കള്ളിയാണല്ലോ, കള്ളി ആണല്ലോ ഉണ്ടാകുക അല്ലെ, ഇങ്ങനെ സംഭവം അല്ലേ. അപ്പോ നമുക്ക് ഓരോ നമ്പർ കഴിയുമ്പോൾ ഈ ഒരു ലൈൻ കൊടുത്തു. ആ ലൈന് വേണ്ടിയിട്ടാണ് ജസ്റ്റ് ചെയ്ത് കൊടുത്തത്. എന്നിട്ട് പ്രോസസ്സ്
പ്രോസസ് നമ്പറും അത് കാണിച്ചാറ്റ് ഇൻഡെക്സ് കൊടുക്കുക. അതിന്റെ കോഡ് ഒന്ന് നോക്കി വെച്ചോളി. ഇറ്റ്സ് ആക്ച്വലി ലൈക്ക് കാണിച്ചാറ്റ് ജി സി ഇൻഡെക്സ് പ്ലസ് പ്ലസ്. പിന്നെ ഓക്കെ, അപ്പോൾ കാണിച്ചാറ്റിന്റെ കേസ് അതാണ്. ഇത് മറന്നു പോയത്, സോറി. കാണിച്ചാട്ട് ജി സി ഇൻഡെക്സ്, ഒരു ഇൻഡെക്സ് ഉണ്ടാക്കണം, അത് ഇനീഷ്യൽ 0 ആക്കുക. ജി സി ഇൻഡെക്സ് പ്ലസ് പ്ലസ് ഷോർട്ടസ്റ്റ്. ഷോർട്ടസ്റ്റ് മീൻസ് ഇത് എസ് ഇൻഡെക്സ്, ഷോർട്ടസ്റ്റ് ഇൻഡെക്സ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നോൺ പ്രിഎംറ്റീവ്. നോൺ പ്രിഎംറ്റീവ് ഒന്നുമില്ല, വളരെ സിമ്പിൾ ആണ് ആക്ച്വലി. ഒരു മിനിമം പ്രയോറിറ്റി എന്തായാലും വേണം, കാരണം ഇവിടെ ടൈം നമ്മൾ പണ്ടൊക്കെ ചെയ്ത ഫസ്റ്റ് നമ്മൾ എനിക്ക് ഓർമ്മ എഫ് ടൈം ആണ് ഫസ്റ്റ് ടൈം ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ ലെസ് ടൈം, ഷോർട്ടസ്റ്റ് ടൈം. ഇവിടെ നമ്മൾ ടൈം ആയിട്ട് ബന്ധമില്ല, ഇവിടെ നമ്മൾ പ്രയോറിറ്റി ആണ് മെയിൻ. ഫസ്റ്റ് എന്തായാലും നമ്മൾ ഇത് നോക്കും, അറൈവൽ ടൈം ഓഫ് ഐ ലെസ് ദാൻ ഈക്വൽ കറണ്ട് ടൈം. എന്നിട്ട് പ്രയോറിറ്റി മിനിമം പ്രയോറിറ്റി കൂടെ ചെറുതാണെന്ന് നോക്കണം. അതുപോലെ പ്രോസസ് സ്റ്റാറ്റസ് 0 ആയിരിക്കണം. ഇവിടെ പ്രോസസ് സ്റ്റാറ്റസ് നോക്കും, അതായത് ഒരു പ്രോസസ് കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മൾ നെക്സ്റ്റ് പ്രോസസ് പോകും. മറ്റേ നമ്മൾ റിമൈനിങ് ടൈമാണ് ചെക്ക് ചെയ്യുന്നത്, റിമൈൻ ടൈമിന് ബാക്കിയുണ്ടോ, റിമൈൻ ടൈം ബാക്കിയുണ്ടോ, റിമൈൻ ടൈം ബാക്കിയുണ്ടോ. ഇവിടെ നമ്മൾ പ്രോസസ് സ്റ്റാറ്റസ് ആണ് ചെക്ക് ചെയ്യുന്നത്. അതാണ് എനിക്ക് തുടക്കത്തിൽ ഞാൻ ഒരു കാര്യം കുറച്ചാണ് ഞാൻ ഒന്ന് ആലോചിച്ചത്. നേരത്തെ പറഞ്ഞത് ഇവിടെ റിമൈൻ ടൈം ചെക്ക് ചെയ്യുന്നുണ്ട് പ്രിഎംറ്റീവിന്റെ കേസിൽ. നോൺ പ്രിഎംറ്റീവ് ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ പ്രോസസ് കംപ്ലീറ്റ് ആവും. അപ്പോൾ ആ പ്രോസസ് കംപ്ലീറ്റ് ആയി, പ്രോസസ് സ്റ്റാറ്റസ് കംപ്ലീറ്റ് എന്ന് കാണണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ പ്രോസസ് സ്റ്റാറ്റസ് കൊടുത്തത്. പ്രോസസ് 0, അതായത് ഒരു ഇതിന്റെ അർത്ഥം ഒരു അറൈവ്ഡ് പ്രോസസ് ആണ്. പ്രയോറിറ്റി ലെസ് ദാൻ മിനിമം പ്രയോറിറ്റി ആണ്, നമുക്ക് ആവശ്യപ്പെട്ട കുറവാണ്, അതായത് പ്രോസസ് റെഡി ആണ്. പിന്നെ അതുപോലെ തന്നെ പ്രോസസ് സ്റ്റാറ്റസ് 0 ആണ്, അത് ഇതുവരെ എക്സിക്യൂട്ട് ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു പ്രോസസ്സാണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുക. മിനിമം പ്രയോറിറ്റി അതാക്കും, എന്നിട്ട് ഷോർട്ടസ്റ്റ് ആ ഇൻഡെക്സ് ആക്കും. ബാക്കിയൊക്കെ ആസ് സെയിം ആസ് ബിഫോർ. ഷോർട്ടസ്റ്റ് നോട്ട് ഈക്വൽ ടു -1 ആണെങ്കിൽ പ്രോസസ്സ് കംപ്ലീറ്റ് പ്രോസസ് ഇൻക്രിമെന്റ് ചെയ്യുക. കറണ്ട് ടൈം പ്ലസ് ഈക്വൽ ടു ബേസ് ടൈം ആക്കി, ബേസ് ടൈം ഓഫ് ദ ഷോർട്ടസ്റ്റ് ആക്കുക. കറണ്ട് ടൈം ഓഫ് ഷോർട്ടസ്റ്റ്, അല്ല, കംപ്ലീഷൻ ടൈം ഓഫ് ഷോർട്ടസ്റ്റ് എന്ന് പറഞ്ഞാൽ കറണ്ട് ടൈം. പ്രോസസ് സ്റ്റാറ്റസ് 1 ആക്കുക. ദെൻ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഒന്നും ഫൗണ്ട് ചെയ്തില്ലെങ്കിൽ കറണ്ട് ടൈം ഇൻക്രിമെന്റ് ചെയ്യുക. ബാക്കിയൊക്കെ സെയിം ആസ് ബിഫോർ, ടേൺ അറൗണ്ട് ടൈം. എന്നിട്ട് ലാസ്റ്റ് പ്രിന്റ് ചെയ്യിപ്പിക്കുക. ഇത് ഒന്നുമില്ല, മെനു ആണ്. പ്രിഎംറ്റീവ് ആണോ നോൺ പ്രിഎംറ്റീവ് ആണോ എന്ന് എടുക്കുക, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ കൊടുക്കുക. ദാറ്റ്സ് ഇറ്റ്. സോ അത്രയേ ഉള്ളൂ നമ്മളുടെ പ്രയോറിറ്റി ഷെഡ്യൂളിംഗ് അൽഗോരിതം. നെക്സ്റ്റ് ദ ഫൈനൽ ഷെഡ്യൂൾ അൽഗോരിതം, വിച്ച് ഈസ് ദ റൗണ്ട് റോബിൻ അൽഗോരിതം. ബൈ.